കോൺഗ്രസിൻ്റെ വോട്ടുകൾ പകുതിയിലധികം കുറഞ്ഞു. അത് അവർ LDF അടക്കം ഉന്നയിക്കുന്ന ആരോപണം പാലക്കാട് കോൺഗ്രസിനെ സഹായിച്ചു, തിരിച്ച് കോൺഗ്രസ് തിരുവനന്തപുരത്ത് സഹായിച്ചു എന്ന ആരോപണം. ഒന്ന്, അവിടെ പരാജയപ്പെട്ടത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പാർട്ടി അതിനെ കണക്കാക്കുന്നത്. ഞങ്ങൾ ഈ CPM-നെ പോലെ SDP-യുമായി ചേർന്ന് ഭരിക്കുന്ന പ്രക്രിയയൊന്നുമില്ല. അപ്പോൾ അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ അഭിമന്യുവിനെ കൊന്ന കേസിലെ 7ാം പ്രതിയുടെ പഞ്ചായത്തിലടക്കം CPM-ഉം SDP-യും തമ്മിൽ ധാരണയുണ്ടാക്കിയതിനെപ്പറ്റി നമുക്കറിയാം. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ എങ്ങനെയാണ് അവർ ഒരു മുന്നണിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് SDP-യെ ജയിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ ലക്ഷ്യമല്ല. അത് അവർ CPM എന്ന് പറയുന്ന മുന്നണിയായി മത്സരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടായ പരാജയം വളരെ ഗൗരവത്തോടെ തന്നെ പാർട്ടി പരിശോധിക്കണം. അവിടെ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പാർട്ടി സമീപിക്കുന്നതിനെ. അതും പാലക്കാട് തിരഞ്ഞെടുപ്പുമായിട്ട് എന്ത് ബന്ധമാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് CPM-നെയും BJP-യും പരാജയപ്പെടുത്തി പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയിട്ടും പിന്നെയും ആ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ജനത ഇവർക്ക് മറുപടി പറയും. പക്ഷേ രാഹുൽ ജയിച്ചപ്പോൾ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് അത് SDPI ആഹ്ലാദ പ്രകടനം നടത്തിയത് ഞങ്ങൾക്കൊപ്പമാണോ? ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടോ ഞങ്ങൾക്കൊപ്പമാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാം. അതല്ലാതെ SDP എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന അവരുടേതായ ഇഷ്ടത്തിന് അവർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനകത്ത് ലോ ആൻഡ് ഓർഡർ ഞങ്ങളുടെ കയ്യിലല്ലല്ലോ. അപ്പം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് MLA ആയിട്ട് മാത്രമാണ്, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളതല്ല. SDP ഒരു പ്രകടനം എടുക്കാൻ പാടില്ല എങ്കിൽ അത് നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനായിരുന്നു. അതെന്ത് ചെയ്യുകയായിരുന്നു എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് ആഭ്യന്തര വകുപ്പ് പൊതുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. വളരെ ഗൗരവമായിട്ട് തന്നെയാണല്ലോ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് വളരെ ഗൗരവമായിട്ട് അതിനെ കാണുന്നു. ആ തെരഞ്ഞെടുപ്പിലുണ്ടായ എന്താണ് സംഭവിച്ചതെന്ന് പാർട്ടി കൃത്യമായി വിലയിരുത്തിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള തിരുത്തൽ നടപടികൾ ആരുടെയെങ്കിലും ഒരാളുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പാർട്ടി അതിനെ, ഇപ്പോൾ കോൺഗ്രസ് പരാജയപ്പെട്ട് ഒരു സെക്കുലർ ഫ്രണ്ട് അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു സെക്കുലർ ഫ്രണ്ടാണ് ജയിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന കൺസേൺ അല്ല ഇത് കുറച്ചുകൂടെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അതിനെ ആ ഗൗരവത്തിൽ തന്നെയാണ് പാർട്ടി സമീപിക്കുന്നത്. മറ്റൊരു കാര്യം, അത് വളരെ വലിയ തോതിൽ വ്യാപിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പം ഇന്നലെ ഉണ്ടായ കൊലപാതകം തന്നെ നോക്കൂ. ആ കൊലപാതകം തിരുവനന്തപുരം പോലെ ഏറ്റവും അധികം പോലീസിങ്ങിൻ്റെ വിസിബിലിറ്റി ഉള്ളൊരു സ്പേസിൽ ഒരു കൊലപാതകം നടത്തിയിട്ട് ആ കൊലയാളി വന്നിട്ടാണ് പറയുന്നത് ഞാൻ കൊന്നു എന്ന് പറയുമ്പോഴാണ് പോലീസ് ഇതിനെപ്പറ്റി അറിയുന്നത് തന്നെ. കേരളത്തിൽ വലിയ തോതിൽ ലഹരിയുടെ വ്യാപനം ഉണ്ടാവുകയാണ്. അപ്പം ഞങ്ങൾ 2 തവണയാണ് പ്രതിപക്ഷം ഈ ഒരൊറ്റ വിഷയം മാത്രം നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത്. ഒരു തവണ സർക്കാർ അത് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്ന ഒരു തീരുമാനവും ഉണ്ടായി. അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾ ഇതിനകത്ത് തുടക്കം തൊട്ട് പറയുന്നുണ്ട്. ഞാൻ ഒന്ന്, പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാർ എടുക്കുന്ന എത്തരത്തിലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിലെല്ലാം വളരെ സക്രിയമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാകും. 2, ഇപ്പം കഴിഞ്ഞ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനം ഉണ്ടല്ലോ, ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഞാൻ ഈ വിഷയത്തെപ്പറ്റി ചോദിച്ചതാണ്. ഞാൻ കേരളത്തിൻ്റെ ബഹുമാന്യനായ മന്ത്രിയോട് ചോദിച്ചതാണ്, കേരളത്തിൽ വിമുക്തി അടക്കമുള്ള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ, ഇപ്പോൾ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഡ്രഗുകൾ വരുമ്പോൾ ക്യാമ്പയിനുകൾ അത്യാധുനികമാകണ്ടേ? അത് ഔട്ട്ഡേറ്റഡ് ആണ്, അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ടോ? അതിനകത്ത് യുവജന സംഘടനകളെ കൂടി, ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിലയിൽ തന്നെയാണ് ചോദിച്ചത്, യുവജന സംഘടനകളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള എന്തെങ്കിലും വിശാലമായ ക്യാമ്പയിൻ സർക്കാർ ഒരുക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ യുവജന സംഘടനകളുടെ പങ്കാളിത്തം വേണം, വിദ്യാർത്ഥി സംഘടനകളുടെ പങ്കാളിത്തം വേണം. നിങ്ങൾ മാധ്യമങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി വലിയ ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം. നമ്മളെല്ലാവരും കൂടെ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഒരു ദിവസം രാവിലെ ഉണർന്നാൽ ഈ കഴുത്തിന് മുകളിൽ തലയുണ്ടെങ്കിൽ ഒരാശ്വാസമായി ഇന്ന് നമ്മൾ കഴിഞ്ഞു കിട്ടിയല്ലോ എന്ന് കരുതേണ്ടുന്ന അവസ്ഥയിൽ മലയാളികൾ കഴിയുകയല്ലേ. കഴുത്തിന് മുകളിൽ തലയുള്ളതുപോലും ഒരു ആശ്വാസമായി കാണേണ്ടുന്ന ഗതികേടിൽ മലയാളി മാറുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമം അതിനകത്ത് ആവശ്യമാണ്. സിന്തറ്റിക് ഡ്രഗ് നമ്മളതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കേണ്ടത്, സിന്തറ്റിക് ഡ്രഗിൻ്റെയും കാലം കഴിഞ്ഞു, സെൽഫ് ഡിസൈൻഡ് ഡ്രഗിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം
കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിലായിട്ട് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട സ്റ്റേഷനറി കമ്മോഡിറ്റികളിലൊന്ന് വൈറ്റ്നറാണ്. സെൽഫ് ഡിസൈൻഡ് ഡ്രഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ചെയ്യുന്നതാണ്. സിന്തറ്റിക് ഡ്രഗും കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് എത്തി. ഇപ്പോൾ മുൻ എക്സൈസ് കമ്മീഷണറായിരുന്ന ശ്രീ ഋഷാജ് സിംഗിൻ്റെ ഒരു പഠനമുണ്ട്. വിമുക്തിയിലൂടെ ചികിത്സ തേടിയ കുട്ടികളുടെ എണ്ണം 4.5 ലക്ഷമാണെന്നാണ് ശ്രീ ഋഷാജ് സിംഗ് പറഞ്ഞത്. അപ്പോൾ ചികിത്സ തേടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്നുകിൽ ആ കുട്ടികൾ അതിന് എക്സ്ട്രീമിലെത്തി, അത് കണ്ടെത്തി, അത് ഒഫൻസായി കണ്ടെത്തിയതിന് ശേഷമാണ് ചികിത്സ കൊടുക്കുന്നത്. കാണാത്ത എത്ര ആളുകളുള്ളത്? കാണാത്തവരിലെ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ഇതിപ്പോൾ ഒരു 2 ഗ്രാമോ 3 ഗ്രാമോ കൊണ്ടുപോകുന്നവരെ മാത്രം പിടിച്ച് ജയിലിലിട്ടാൽ പോരെ. എവിടെ നിന്നാണ് ഇത് വരുന്നത്? എല്ലാ ദിവസവും പത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പത്രത്തിനകത്ത് 2ാമത്തെയും 3ാമത്തെയും പേജിൽ പ്രാദേശികമായിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ഈ കാരിയേഴ്സിനെ പറ്റിയിട്ടാണ്. നിങ്ങളുടെ ഏത് ചാനൽ എടുത്താലും വൈകുന്നേരം നിങ്ങളുടെ ക്രൈം ന്യൂസുകൾ അവതരിപ്പിക്കുമ്പോൾ അതിനകത്തൊരു 10-20 മിനിറ്റ്, 1 മണിക്കൂർ 10-20 മിനിറ്റ് ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്? സോഴ്സ് നമ്മൾ ഡിറ്റക്ട് ചെയ്യണ്ടേ? അതിനകത്തൊരു വലിയ ജനകീയമായിട്ടുള്ളൊരു സർജിക്കൽ സ്ട്രൈക്ക് ആവശ്യമാണ്. ഇന്നലെ പറഞ്ഞല്ലോ ഈ ട്രാൻസ്ലേഷനിൽ പറ്റിയ പിശകാണ് തരൂരുമായി ബന്ധപ്പെട്ടത്. ഇന്നിപ്പോൾ ഈ ഓഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്, അയാളെ ഇൻ്റർവ്യൂവിൻ്റെ അതിലടക്കം പറയുന്നുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കാൻ സ്പേസ് ഇല്ല എന്ന കാര്യം. രണ്ട് കാര്യമാണ്. ഞാൻ ഈ അങ്ങ് പറഞ്ഞ ഓഡിയോ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേൾക്കാത്തൊരു ഓഡിയോയെ പറ്റിയിട്ട് ഞാൻ ഒരു കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഇനി പോട്ടെ, അങ്ങയുടെ വാക്കിനെ പരിപൂർണമായി വിശ്വാസതയിൽ എടുത്തിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയം എന്താണ്? ഇന്നലെ പറഞ്ഞ വിഷയം ശ്രീ തരൂരിനെ പറ്റി വളരെ തെറ്റായൊരു വാർത്ത വരികയാണ്. അതായത് അദ്ദേഹത്തിന് മറ്റു രാഷ്ട്രീയ ഓപ്ഷനുകളുണ്ട്, കോൺഗ്രസ് അല്ലാതെ മറ്റ് രാഷ്ട്രീയ ഓപ്ഷനുകളുണ്ട് എന്ന് വാർത്ത വന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ശ്രീ തരൂർ പറഞ്ഞത് അങ്ങനെയല്ല. എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, അതോടൊപ്പം തന്നെ എൻ്റെ സമയത്തെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതാറുണ്ട്, ഞാൻ വായിക്കാറുണ്ട്, പ്രഭാഷണത്തിന് പോകാറുണ്ട്, ലെക്ചേഴ്സ് എടുക്കാറുണ്ട്. ഇതിനെല്ലാത്തിനും കൊണ്ട് എനിക്ക് സമയം തികയുന്നില്ല. ഐ ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞതിനെ എനിക്ക് പല രാഷ്ട്രീയ സംഘടനകളിലും ഓപ്ഷനുണ്ട് എന്ന് പറഞ്ഞ ആ തെറ്റായ ട്രാൻസ്ലേഷനെയാണ് ഞാൻ വിമർശിച്ചത്. പുതിയ വോയിസ് എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഞാനത് കേട്ടിട്ടില്ല. ഞാനത് കേട്ടിട്ടില്ല. അങ്ങ് പറഞ്ഞൊരു പ്രത്യേകമായിട്ടുള്ള ഭാഗം ഏതാണെന്ന് ഞാൻ കേട്ടിട്ടില്ല. അത് കേട്ടിട്ട് ഉറപ്പായിട്ടും അതിനെപ്പറ്റി പ്രതികരിക്കും. ഞാൻ ഇന്നലെ നടത്തിയ പ്രതികരണം ഒറ്റ ഭാഗം മാത്രമാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചൊരു വിഷയം, ശ്രീ ശശി തരൂരിന് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു എന്ന തലത്തിൽ, എനിക്ക് അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന തലത്തിൽ കൊടുത്ത വാർത്തകളെയാണ്. ഞാനത് ശരിയായില്ല. ഒരു സമയത്ത് ഇങ്ങനെ ഒരു ചർച്ചകൾ നടക്കുന്നത് സ്വാഭാവികമായി ചർച്ചകളാണ് നടക്കുന്നത്. സ്വാഭാവികം ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അല്ലെങ്കിൽ അത് വരുന്നു, അപ്പോഴേക്കും തന്നെ ഇങ്ങനെയുള്ള വിവാദങ്ങൾ അത് പിറകോട്ടടിക്കില്ലേ പാർട്ടിയുടെ ഒരു ലീഡർഷിപ്പിനെ? പാർട്ടിക്ക്, അതായത് ഇപ്പം കേരളം ചർച്ച ചെയ്യുന്നത് എന്താണ്? കേരളം ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി ശ്രീ KC വേണുഗോപാൽ വരണമോ, ശ്രീ VD സതീശൻ വരണമോ, ശ്രീ രമേശ് ചെന്നിത്തല വരണമോ, ശ്രീ ശശി തരൂർ വരണമോ എന്നൊക്കെയല്ലേ ചർച്ച ചെയ്യുന്നത്. ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി 4 കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരല്ലേ തന്നെയും പിന്നെയും പറയുന്നത്. അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതാണ് പറയുന്നത്, ശ്രീ സുകുമാരൻ നായർ അത് വേറൊരു ഭാഷയിൽ പറയുന്നു, സഭാ നേതാക്കന്മാർ മറ്റൊരു ഭാഷയിൽ പറയുന്നു, നിങ്ങൾ മാധ്യമപ്രവർത്തകർ വേറൊരു ഭാഷയിൽ പറയുന്നു. ഒറ്റൊരാൾ പോലും ഏതെങ്കിലും ഒരു CPM നേതാവിൻ്റെ പേര് ഓപ്ഷനായിട്ട് പറയുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസും CPM തമ്മിലാണല്ലോ ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ 4ഓളം കോൺഗ്രസ് നേതാക്കന്മാർ മുഖ്യമന്ത്രി പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കേപ്പബിളായിട്ടുള്ള നേതാക്കന്മാരാണെന്ന് പറയുന്നതിനകത്ത് വലിയ സന്തോഷമാണുള്ളത്. നമ്മുടെ അത്ര നേതൃനിര ശക്തമാണെന്നല്ലേ, മൾട്ടിപ്പിളായിട്ടുള്ള ഡൈവേഴ്സായിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടെന്നുള്ളതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. മാത്രമല്ല എല്ലാ സമുദായ നേതാക്കന്മാരും മതമേലധ്യക്ഷന്മാരും ഒന്നല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിനെയാണ് ആ സ്ഥാനത്ത് കാണുന്നതെന്നുള്ളത് വരാൻ പോകുന്നത് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരിക്കും, UDF ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ളതിൻ്റെ ശുഭസൂചനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.